എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സിറ്റിയിലേക്ക് അക്വാലോഗ് വന്നു കഴിഞ്ഞു. അതിന്റെ ഫുൾ പവറുള്ള തിരമാലയില് സോറോ അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. സോറയ്ക്കാണെങ്കിൽ ഇപ്പൊ ബോധം തിരികെ കിട്ടും. അവനവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്ത് വില കൊടുത്തും അവരെ ഞാൻ തല്ലി തകർക്കൂന്ന് പറഞ്ഞ് സോറോ വീണ്ടും ഇപ്പൊ അവിടേക്ക് പോവാൻ തയ്യാറാവും. കട്ട് ചെയ്താ ഇവിടെ വില്ലന്മാര് അവരാണെങ്കില് പഴയ ഫോട്ടോസ്, ആൽബം, ബുക്സ് എന്നിങ്ങനെ എല്ലാം തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൊച്ചിക്കാണെങ്കില് പഴയ ഫോട്ടോസ് അത് കാണുമ്പോൾ തന്നെ പിടികിട്ടും. ഐസ്ബർഗും ഫ്രാങ്കിയും ടോമും അവർ 3 പേരും പണ്ട് തൊട്ടേ ഇവിടെ തന്നെയാണ് താമസിച്ചു വന്നിരുന്നതെന്ന്. ഇവിടെ ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് സഹിക്കാൻ കഴിയില്ല. അവൻ പല്ല് കടിച്ച് ഫുൾ പവറിൽ അങ്ങനെ മുരച്ചു നിൽക്കും. ഫ്രാങ്കി വീണ്ടും വീണ്ടും നിലവിളിച്ചു പറയും, നിങ്ങൾ പറയുന്നത് പോലുള്ള ബ്ലൂ പ്രിന്റ് ഒന്നും ഇവിടെ ഇല്ല. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ വെളിയിൽ പോയിട്ടില്ല എങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. അതിനാൽ ലൊച്ചിപ്പെണ്ണ് അവളുടെ കയ്യിലുള്ള ഇരുമ്പ് ചെങ്ങല അതുപയോഗിച്ച് ഇപ്പൊ ഫ്രാങ്കിയെ ആഞ്ഞടിച്ച് ലോക്ക് ചെയ്യും. ലൊച്ചി പറയും, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതിവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല പണ്ട് നിങ്ങളുടെ മാസ്റ്റർ ടോം അദ്ദേഹം ചെയ്തതുപോലെ തന്നെ നീയും ഇപ്പൊ വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചും കഴിഞ്ഞു. അപ്പോഴായിരിക്കും ഫ്രാങ്കിക്ക് ടോം പറഞ്ഞൊരു കാര്യം അത് ഓർമ്മ വരിക. ടോം പറയും, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു വർഷങ്ങൾക്ക് മുൻപ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രെയിൻ കാണിക്കും. ജനങ്ങളെല്ലാവരും ഇപ്പൊ ആ ഒരു ട്രെയിനിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാണ്. അപ്പൊ 2 പേര് അവര് പരസ്പരം പറയും, 10 വർഷത്തിന് ശേഷം നാളെ വീണ്ടും ആ ജുഡീഷ്യൽ കോർട്ട് ഇവിടേക്ക് വരികയാണ്. നാളെയാണ് ഫ്രാങ്കിയുടെ തലയെടുത്ത് അവനുള്ള വിധി അത് നാളെ കോടതി പ്രഖ്യാപിക്കും. കട്ട് ചെയ്ത ഐസ്ബർഗ് അവനിപ്പോ ടോമിനോടും ഫ്രാങ്കിയോടും പറയും, നമ്മൾ കണ്ടുപിടിച്ച ട്രെയിൻ ഇത് ശരിക്കും എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ എന്താ, നമ്മൾ കരുതിയതുപോലെ ട്രേഡ് മാത്രം അത്ര സ്ട്രോങ് ആയി ഇവിടെ നടന്നില്ല. അതിന് മറ്റെന്തെങ്കിലും ഒരു വഴി കൂടെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണവും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കൂടി വരും. അത് കേട്ട് ടോം ആള് പൊട്ടിച്ചിരിക്കും. ടോം പറയും, നമ്മൾ ട്രെയിൻ ഇറക്കിയിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ജനങ്ങളെല്ലാവരും പൂർണ്ണമായും അതുമായി അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ കുറയും. അങ്ങനെ അവർ വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഗവൺമെന്റിന്റെ കുറച്ചു പേര് ഇപ്പൊ ടോമിനെ കാണാൻ അവിടേക്ക് വരിക. അതിലൊരു മെയിൻ ഓഫീസർ ടോമിനോട് വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഫ്രാങ്കി അവൻ കണ്ടുപിടിച്ച ഒരു വലിയ കപ്പലുമായി കടലിലേക്ക് പോവും. അതിനുശേഷം വലിയൊരു ബോംബിട്ട് ആ ഒരു മോൺസ്റ്റർ ഫിഷ് അതിനെ കൊന്ന് ടോമിനെയും ഐസ്ബർഗിനെയും കാണിക്കാൻ കടൽക്കരയിലേക്ക് കൊണ്ടുവരും. ഐസ്ബർഗിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ ഫുൾ കലിപ്പില് വലിയൊരു ഹാമറുമായി ചെന്ന് അവനുണ്ടാക്കിയ കപ്പല് അതറഞ്ചം പുറഞ്ഞ തല്ലി അങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ ഐസ്ബർഗിന്റെ കൈ പിടിച്ച് വലിച്ച് അവനെ തടയും. അതിന് ഐസ്ബർഗ് പറയും, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഇങ്ങനെയുള്ള സാധനങ്ങള് ഉണ്ടാക്കാൻ പാടില്ല എന്ന്. ഇത്തരത്തിലുള്ള കപ്പലുകളോ ആയുധങ്ങളോ ഉണ്ടാക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന് നിനക്കറിയില്ലേ? അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിക്കും നമുക്കും ഒക്കെ തന്നെ ചീത്തപ്പേരാണ്. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും ഐസ്ബർഗിനെ പിടിച്ചു മാറ്റി കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോഴായിരിക്കും സാക്ഷാൽ ടോം വളരെ കാഷ്വൽ ആയിട്ട് അവിടേക്ക് വരിക. ഐസ്ബർഗ് പറയും, ഇനിയെങ്കിലും നിങ്ങൾ ഇവനെ ഉപദേശിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഗവൺമെന്റ് ഒഫീഷ്യൽ ആള് ഫുൾ കലിപ്പില് നിലവിളിച്ച് പറയും, നിങ്ങൾ ഇപ്പൊ ചെയ്ത കാര്യം അത് തികച്ചും വലിയ തെറ്റാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ട് എനിക്ക് മറുപടി തരണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഐസ്ബർഗും ഫ്രാങ്കിയും അവർ 2 പേരും ഇപ്പൊ വീട്ടിലേക്ക് തിരികെ എത്തും. അവര് ഗ്രാൻമയോട് പറയും, ഗവൺമെന്റിന്റെ ചില ഒഫീഷ്യൽസ് അവരിപ്പോ ടോമിനോട് സംസാരിക്കുകയാണ്. കട്ട് ചെയ്ത ടോം ആളിവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് ഒഫീഷ്യൽസ് പറയും, നീ ഇങ്ങനെ വെറുതെ ചിരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ആ ആൻഷ്യൻ വെപ്പൺ ബ്ലൂ പ്രിന്റ് അത് നിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളതെന്ന് വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ ഒരു കാരണവശാലും എക്സ്ക്യൂസ് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. പക്ഷെ ടോം ആണെങ്കിൽ ഫുൾ കലിപ്പില് അവരെ ഗെറ്റ് ഔട്ട് അടിച്ച് ഡോർ ലോക്ക് ചെയ്യും. പക്ഷെ ഗവൺമെന്റ് ഒഫീഷ്യല് അവൻ വെറുതെ പോവാൻ തയ്യാറാവില്ല. എനിക്ക് കിട്ടിയ ഈ ഒരു മിഷൻ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ സ്ലോ മോഷനില് ടോമിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷെ എന്താ, അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റ് ബോട്ടില് അവന്റെ തലയിൽ വീണ് അങ്ങനെ അവൻ താഴെ വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടോം
ആളിപ്പോ വളരെ സീക്രട്ട് ആയിട്ട് ഒരു പേപ്പർ കെട്ട് കയ്യിലെടുക്കും. ടോമി ഉടനെ ഐസ്ബർഗിനെയും ഫ്രാങ്കിയെയും അവർ രണ്ടുപേരെയും ആളുടെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ആള് കളക്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. ടോമി പറയും, ഇതാണ് ഗവൺമെന്റ് അന്വേഷിക്കുന്ന ആൻഷ്യൻ വെപ്പൻ പ്ലൂട്ടോന്റെ ആ ബ്ലൂ പ്രിന്റ്. അത് കേട്ട് ഫ്രാങ്കിയും ഐസ്ബർഗും അവർ രണ്ടുപേരും ഇപ്പൊ ഷോക്കാവും. ടോം പറയും, ഗവൺമെന്റ് എങ്ങനെയോ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. സോ എങ്ങനെയെങ്കിലും ഇതവരുടെ കണ്ണിൽ പെടാതെ മാറ്റണം. ഇത് ബാഡ് ആയിട്ടുള്ള കൈകളിൽ എത്തിപ്പെട്ട പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടാവില്ല. ഐസ്ബർഗ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാനിത് എന്റെ കയ്യില് സേഫ് ആയിട്ട് സൂക്ഷിക്കാം. ഉടനെ ഫ്രാങ്കി അവനൊരു ബുദ്ധി വെളിച്ചുണ്ടായി ഇപ്പൊ ഐസ്ബർഗിനോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷിപ്പ് അത് ക്രിയേറ്റ് ചെയ്തൂടെ? ഐസ്ബർഗ് ഫുൾ കലിപ്പില് അവന്റെ തലയ്ക്കൊരു ഒറ്റയിട്ടി, നീ ഈ സമയത്തും ഇങ്ങനെയാണോ ചിന്തിക്കണേ? വെറുതെ മണ്ടത്തരം പറയാതെ എങ്ങനെയെങ്കിലും നമുക്കിത് ആരുടെ കണ്ണിൽ പെടാതെ ഒളിപ്പിച്ചു വെക്കണം. അതിനുശേഷം ടോം റോബിനെ കുറിച്ചും എന്തൊക്കെയോ ചില കാര്യങ്ങള് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫ്രാങ്കി അവൻ ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്ക് പോകും. ഗ്രാൻഡ്മ ആണെങ്കിൽ ഒരു ട്രൗസർ എടുത്ത് അവന്റെ തലയിലേക്ക് വലിച്ചെറിയും. നീ ഇന്നെങ്കിലും ഒരു ട്രൗസർ ഇട്, ദയവ് ചെയ്ത് നിങ്ങളുടെയൊക്കെ മാസ്റ്റർ ടോമിനെ പറയിപ്പിക്കരുത്. അതിന് വേറെ വഴിയില്ലാതെ അവൻ ആ ട്രൗസറും വലിച്ചു കയറ്റി ടൗണിലേക്ക് പോകും. ആക്ച്വലി ഇന്നാണ് നമ്മുടെ ടോമിനുള്ള വിധി. ആ ജുഡീഷ്യൽ കപ്പല് ഇന്ന് അയലാൻഡിലേക്ക് എത്തും. കട്ട് ചെയ്ത ഇപ്പൊ സിറ്റിയിലേക്ക് ആ ജുഡീഷ്യൽ ജസ്റ്റിസ് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ടോം ഉണ്ടാക്കിയ ആ ഒരു ട്രെയിൻ അത് ഒരുപാട് ഇഷ്ടാവും. വളരെയധികം ഇംപ്രസ്ഡ് ആയി ആൾ അതില് ട്രാവലൊക്കെ ചെയ്യും. ആളുടനെ ഇപ്പൊ ആളുടെ അസിസ്റ്റൻസിനോട് പറയും, ശരിക്കും ഇതൊരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ്. ഈ ഒരു ട്രെയിൻ ഉപയോഗിച്ച് 4 ഐലാൻഡുകളിലേക്ക് വളരെ എളുപ്പത്തിൽ പോവാൻ കഴിയും. ഉടനെ ജനങ്ങളെല്ലാവരും ഇപ്പൊ വിധി കേൾക്കാനായി കോർട്ട് റൂമിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ പഴയതുപോലെ വലിയ ടെൻഷൻസ് ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല. കാരണം അവൻ ഉറപ്പാണ് ടോമിനെ വെറുതെ വിടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആരൊക്കെയോ ചേർന്ന് ആ ജുഡീഷ്യൽ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് കനോൻ ബോംബ്സ് ഒക്കെ വന്ന് വീണ് ആ കപ്പല് അത് തകരുകയാണ്. അപ്പൊ അവര് കാണും കടലിലൂടെ ഒരു കൂട്ടം കപ്പല് ജുഡീഷ്യൽ കപ്പലിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഫുൾ സ്പീഡില് പാഞ്ഞടുക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ആ കപ്പലൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയി പോവും. കാരണം അതെല്ലാം തന്നെ ഫ്രാങ്കി തമാശയ്ക്ക് ക്രിയേറ്റ് ചെയ്ത കപ്പലുകളാണ്. അതേ കപ്പലുകൾ ഉപയോഗിച്ചാണ് ആരൊക്കെയോ ഫ്രാങ്കിയുടെ ഐലാൻഡിനെ തന്നെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്. ഫ്രാങ്കിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജനങ്ങളെല്ലാവരും അലമുറയിട്ട് ഇപ്പൊ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഈ ഒരു ന്യൂസ് ഇപ്പൊ ടോമും ഐസ്ബർഗും അറിയും. അവർ രണ്ടുപേരും ഷോക്കായി സംഭവം നടക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. അവർക്ക് ഉറപ്പുണ്ട് അതൊരിക്കലും ഫ്രാങ്ക് ചെയ്യില്ല എന്ന്. ഇവിടെ ഫ്രാങ്കിയും അവൻ ക്രിയേറ്റ് ചെയ്ത കപ്പലുകളെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഒരു ജഡ്ജി ആള് കറക്റ്റ് ആയിട്ട് ഫ്രാങ്കിയുടെ കപ്പലുകള് അതെല്ലാം നോട്ട് ചെയ്യും. അതില് ക്രിയേറ്റഡ് ബൈ ഫ്രാങ്കി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു കൊടും ചതി അത് ചെയ്തത് മറ്റാരുമല്ല, മുൻപ് കണ്ട ഗവൺമെന്റിന്റെ ആ സീക്രട്ട് ഏജൻസിന്റെ ഹെഡാണ്. ഉടനെ ആ വില്ലന്മാര് അവരാ ജുഡീഷ്യൽ കപ്പല് അത് മുഴുവനായിട്ടും തകർത്ത് കപ്പല് തിരിച്ച് ഇപ്പൊ ടോമിന്റെ ബേസിലേക്ക് തിരികെ പോവും. എല്ലാവരുടെയും മുൻപില് ടോമും ടീമുമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുക. കപ്പലുകൾ വരുന്നത് കണ്ട് ടോമും ഐസ്ബർഗും അവർ രണ്ടുപേരും കപ്പലിന്റെ അടുത്തേക്ക് ഓടി വരും. അവർ ക്ലോസ് എത്തുമ്പോഴേക്കും ആ വില്ലന്മാര് കടലിലേക്ക് എടുത്തു ചാടും. അതിലൊരു കപ്പൽ മാത്രം അതിലുള്ള വെപ്പൻസ് ഉപയോഗിച്ച് ടോമിനെയും ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. ഫ്രാങ്കി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടേക്ക് ഓടിയെത്തുമ്പോൾ കാണുക ബോധം അറ്റ് കിടക്കുന്ന ടോമിനെയും ഐസ്ബർഗിനെയുമാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ രണ്ടുപേരെ എഴുന്നേപ്പിക്കും. പക്ഷെ അപ്പോഴേക്കും ഐസ്ബർഗ് അവൻ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി കൊടുക്കും. അതിനുശേഷം അവനോട് പറയും, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു ഇതുപോലെ കപ്പലുകള് തയ്യാറാക്കാൻ പാടില്ല എന്ന്. ആ ഇന്റലിജൻസ് ഏജൻസ് അവരാണ് നിന്റെ കപ്പൽ ഉപയോഗിച്ച് ഇത് മുഴുവൻ ചെയ്തത്. ഇനി ഉറപ്പായിട്ടും അവർ ചെയ്ത കുറ്റം അത് നമ്മുടെ തലയിലായിരിക്കും വീഴുക. ജുഡീഷ്യൽ ഷിപ്പ് അറ്റാക്ക് ചെയ്തതിന് നമ്മളെ ആയിരിക്കും കൾപ്രിറ്റായി അവർ അറസ്റ്റ് ചെയ്യാൻ പോവുക. അവർക്ക് ആവശ്യം ടോമിന്റെ കയ്യിലുള്ള ആ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതിനുവേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തത്. ഫ്രാങ്കിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഫ്രാങ്കി ടെൻഷനായി അങ്ങനെ നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.